ಮಲೆಯ ಹೊರಗಡೆ ನಿಮ್ಮನ್ನ ನೋಡಕ್ಕೆ ಕೆಲ ಜನ ಬಂದಿದ್ದಾರೆ. ಯಾರವರು? ಮುರುಗನೆ ಹೊಡೆದಿದ್ದಲ್ಲ ಆ ಜನ. ಮುರುಗನ ಆಚೆ ಬರ್ಕಳು. ಆಯ್ತು. ഇത് വേറെ ആൾക്കാരാ, ഇവരല്ല എന്നെ തല്ലിയത്. ഞങ്ങൾ തന്നെ തല്ലിയത്. മാപ്പാകണം, ഇനി ചെയ്യില്ല. നായിന്റെ പട്ടി മോനെ മാപ്പേളക്ക് ബന്ധത് ബാളായിട്ടാ ബാടാ. എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ മാപ്പ്. ಬೇಡ, ಇದು ನಾನ್ ನೋಡ್ಕೋತೀನಿ. ನೀ ಸುಮ್ನೆ ಆಟ ನೋಡ್ತಾ ಇರಿ. யாராடா நீங்கள്? കൊട്ടേഷനാ. யாரழைச்சது? കാട്ടാപ്പള്ളി. யாரு? കാട്ടുപുളിയാ? കാട്ടാപ്പള്ളി, കേരളത്തിൽ നിന്നാ. ഓടോ. നീ എപ്പ കേരള ಹೋಗಿದ್ದೆ? കേരളത്തിലാ, ഞാൻ പോയിട്ടില്ല. യാരീ കാട്ടുപുളി? ഈ സംഭവം എനിക്ക് യാതൊരു ബന്ധമില്ല. അല്ല, ആരാ ഈ കാട്ടാപ്പള്ളി? വടക്കുംമലയിൽ നാളെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അപകടമുണ്ട്. ഷേവ് ചെയ്യണം. ഒരു ചായ. മരണം ഉറപ്പുവരുത്തിയിട്ടേ പോകാവൂ. കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല. ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട. കാട്ടാപ്പള്ളി വടക്കമല നാളിറക്കിയിട്ടുണ്ട്. കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി. തോട്ടത്തിലേക്കല്ല, കവലയിലേക്കാ പോകുന്നത്.
കലക്കി കാട്ടാപ്പള്ളി എടാ നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല് മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ. നിന്റെ വടക്കമ്മലക്കാര ആണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ? നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. നേരിട്ട് തന്നെ മുട്ടാടാ. ഇത് നിന്റെ നെഞ്ചിന് നേരെ എറിയെന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ബയറുകീരി കോടതി പുറത്ത് വന്ന് അത് നിന്റെ പട്ടി തീട്ടിക്കും. നിൻകെ നൻപക്കെ ഗൊത്തില്ല കാട്ടുപുളി നായിന്റെ പട്ടി മോനെ. വേണ്ട. കണ്ടോ, ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ. ഇവരുടെ മുമ്പിൽ നീ കള്ളനാ. മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ. എല്ലാം കൈവിട്ടു പോയല്ലോ ഗോപാല. ഇനി എന്ത് ചെയ്യും? സത്യം അറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം. ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാനൊരു വിരൽ അനക്കിയാ മതി, ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും. പക്ഷെ നിന്നെ എനിക്ക് വേണം. ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്ക് രസപ്പെടണ്ട. ഇവർ മുന്നിൽ വെച്ച് നിനക്കൊന്നാ മതി. ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനസ്സിനെ വെട്ടിയതിന്, ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം. നായിന്റെ പട്ടി പട്ടി മോനെ. വേണ്ട. വേണ്ടി വരുമോ? ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ?
ഇനി മല്ലയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട്. അടിച്ചു കൊല്ലണം അവനെ. ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചു. ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ല, ഈ നിൽക്കുന്ന പണിക്കരാ. ഞാനോ? ആ താൻ തന്നെ. തോന്നിയാസം പറയരുത്. ഒരു തോന്നിയാസമില്ല. ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേൾക്കാൻ ചെയ്ത്. അതെ, ഞാനാരെയും കുത്തിട്ട് വിട്ടിട്ടൊന്നുമില്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനല്ല ഉണ്ണിത്താനെ വെട്ടിയത്. ഈ നാഗേന്ദ്ര മുതലാളിയാ. ഈ നാഗേന്ദ്ര മുതലാളി വെട്ടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് സത്യം. പറ മുതലാളി, പദമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചും വിരിച്ച് നേരിടണമെന്നല്ലേ? മുതലാളിയാണ് വെട്ടിയതെന്ന് നല്ല അന്തസ്സായിട്ട് നിന്ന് പറ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല മുതലാളി, എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. ശിവന് കേറി മെഴുകടാ ഗോപാല. നൻകെ നൻപക്ക ಗೊತ್ತಿಲ್ಲ ನನ್ മകനെ. കുനിച്ചെടുത്തിക്കോ, വിടണ്ട. ഞാനൊന്ന് ചെണ്ട കൊട്ടട്ടെ. ശിവന് നമുക്കുള്ളേരില്ല, അതിന്റെ പേരിൽ പിള്ളേരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും, എന്നെ കൈ വിടരുത്. മല്ലയ്യയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാ. പൊക്കടാ ശിവനെ.